ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് ഒരു കാലത്തും BJP എതിർത്തിട്ടില്ല. ഒരു കാലത്തും ഞങ്ങൾ എതിർക്കുകയില്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അധികം ലഭിക്കാത്തത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല, സർക്കാരിൻ്റെ കുറ്റം കൊണ്ടാണ്. സർക്കാർ ആ കാശെടുത്ത് കണ്ണട വാങ്ങാനും, ആ കാശെടുത്ത് ബാങ്ക് ലോൺ അടയ്ക്കാനും, ആ കാശെടുത്ത് പിന്നെ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ തട്ടിപ്പ് നടത്താനൊക്കെ ശ്രമിച്ചതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങളാരും ഒരു കാലത്തും എതിർത്തിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ മറുപടി പറയാം. BJPയോ സംഘപരിവാർ സംഘടനകളോ ഒരു കാലത്തും ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ പറയുകയുമില്ല. ദുരിതാശ്വാസ നിധിക്കെതിരെ സംശയമുയർന്നു വന്നത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളുടെ ഫലമുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തന്നെയാണ് 2013 പാർലമെൻറ്റിൽ വ്യക്തമാക്കിയത്. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ഈ ചോദ്യം ചോദിക്കാതെ എന്നോട് ചോദിക്കരുത്. കാരണം ദേശീയ ദുരന്തമായിട്ട് നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ആവശ്യം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ്. അത് മോദി സർക്കാരിന് കീഴിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കും. അതാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ കണ്ടത്, അതാണ് നമ്മൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടത്, കേരളത്തിൽ തന്നെ ഇതിനു മുമ്പും കണ്ടത്. കേന്ദ്ര സഹായത്തിൻ്റെ കണക്ക് എത്രയുണ്ട് എന്ന് കൃത്യമായി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായാൽ അതിൻ്റെ മുഴുവൻ കണക്ക് ഞങ്ങൾ പറയാം. എല്ലാ കാര്യത്തിലും കേന്ദ്രം കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ കാശ് സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ട്. അല്ല, അങ്ങനെ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്ലാൻ പറയട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം.